വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നതിന് വേണ്ടിയുള്ള ഭേദഗതിയാണെന്ന് സർക്കാർ കൊണ്ടുവന്നത്. അതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് കർഷകരെ സഹായിക്കുക എന്നത് തന്നെയായിരുന്നു കേട്ടോ. കാർഷികോൽപ്പന്നങ്ങളിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുക, അതായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. അതിനെ ഹോട്ടി വൈൻ എന്നാണ് സർക്കാർ പേരിട്ട് വിളിച്ചത്. എന്നാൽ നികുതിയിൽ ഒരു മാറ്റവും വരുത്താൻ അന്നത്തെ പിണറായി സർക്കാർ തയ്യാറായില്ല. അതായത് വീര്യം കുറഞ്ഞതായാലും കൂടിയതായാലും മദ്യത്തിന്റെ നികുതി ഒന്ന് തന്നെയായിരുന്നു. പല പ്രമുഖ മദ്യനിർമ്മാണ കമ്പനികളും നികുതി കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് പിണറായി സർക്കാരിനെ സമീപിച്ചിരുന്നു. എന്നാൽ സംസ്ഥാനത്തിന് വലിയ വരുമാന നഷ്ടമുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ആ അപേക്ഷകളെല്ലാം തള്ളുകയായിരുന്നു. ചുരുക്കത്തിൽ ആ പദ്ധതി നടന്നില്ല. കാരണം എന്താണ്? ലാഭം തന്നെയായിരുന്നു പ്രശ്നം. പദ്ധതി നടന്നില്ല. എന്നാൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നികുതി ഘടന തന്നെ പരിഷ്കരിച്ചിരിക്കുകയാണ് കേട്ടോ. അതായത് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ നികുതി കുറച്ചു കൊടുത്താൽ മതി എന്നാണ് സതീശൻ സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതാ സംസ്ഥാനത്ത് മദ്യം വ്യാപകമായി ഒഴുകാൻ പോകുന്നു. രണ്ടാമത്തെ, നികുതി പരിഷ്കരിച്ചത് ചില സ്വകാര്യ ഉൽപ്പാദകർക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടിയാണ്. നമുക്കറിയാമല്ലോ, വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഒരു മാസം പിന്നിടുമ്പോൾ ഇത് ആദ്യത്തെ അഴിമതി ആരോപണം ഉയർന്നിരിക്കുകയാണ്. ഇതൊരു ചെറിയ ആരോപണമല്ല കേട്ടോ. ബെക്കാളിയെ സഹായിക്കാൻ ശരവേഗത്തിലാണ് ഫയലുകൾ നീങ്ങിയത് എന്ന് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മാസമേ ആയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, യു.ഡി.എഫ് സർക്കാർ അധികാരത്തിൽ വന്നിട്ട് അതിനുള്ളിൽ തന്നെ പഴയ ആബ്കാരി ചട്ട ഭേദഗതി കണ്ടെത്തുന്നു. എന്നിട്ട് വേഗം തന്നെ നികുതി ഘടന പരിഷ്കരിക്കുന്നു. അത് ബജറ്റിന്റെ ഭാഗമായി പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെ ഒരു വാഗ്ദാനം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നു. അവരുടെ മാനിഫെസ്റ്റോയിൽ അത് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു വാഗ്ദാനം ഇല്ലായിരുന്നു എന്നാണ് കോൺഗ്രസ് നേതാവായ വി.എം. സുധീരൻ തന്നെ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ എന്തിനായിരുന്നു ഈ തടക്കം സർക്കാർ കാണിച്ചത്? എന്താണ് അതിന് പിന്നിലുള്ള താല്പര്യം? ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് സതീശൻ പാർട്ടിയുമായി ആലോചിച്ചിരുന്നു? ഇല്ല എന്നാണ് മറുപടി. മന്ത്രിസഭയിൽ ആലോചിച്ചിരുന്നു? ഇല്ല എന്ന് തന്നെയാണ് മറുപടി. കോട്ടെ വകുപ്പ് മന്ത്രിയുമായെങ്കിൽ കൂടിയും ആലോചിച്ചിരുന്നു? അതുമില്ല. അപ്പോൾ ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണ്. അതിന്റെ വിഴുപ്പ് സതീശൻ തന്നെ അങ്ങ് ചുമന്നാൽ മതി എന്നാണ് കോൺഗ്രസുകാരുടെ തീരുമാനം. ഇപ്പോൾ മുഖ്യമന്ത്രി ഒരു വഴിക്കും കൗൺസിൽ ഓഫ് മിനിസ്റ്റർ മറ്റൊരു വഴിക്കുമാണല്ലോ. കണ്ണൂരിൽ നിന്ന് പാമ്പ്ളാനി പിതാവ് വളരെ പെട്ടെന്ന് തന്നെ എതിർപ്പുമായി രംഗത്ത് വന്നതും ചെറിയൊരു സൂചനയല്ല. ഒരു സർക്കാർ അധികാരത്തിൽ വന്ന ഒരു മാസത്തിനകം എടുക്കേണ്ട ഒരു തീരുമാനമായിരുന്നില്ല അത്. അവിടെ കാണിച്ച തിടുക്കമുണ്ടല്ലോ, അത് ചില സംശയങ്ങൾ ഉയർത്തിയിരിക്കുകയാണ്. പിണറായി വിജയന്റെ പ്രസംഗം സഭാ ടിവിയിൽ നിന്നും നീക്കുന്നതല്ല അതിന്റെ പരിഹാരം എന്ന് കൂടി വി.ഡി. സതീശനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സർജിക്കൽ സ്ട്രൈക്കിന്റെ എപ്പിസോഡ് സമാപിക്കുകയാണ്.